രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയെ അവമാനിച്ചെന്ന ആ കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 16 ദിവസത്തിന് ശേഷമാണ് ആ ജാമ്യം ലഭിച്ചത്. ആന്റണി ജെ ജോർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആന്റണി, വലിയ രീതിയിൽ ഒരു വാദമുയർത്തിക്കൊണ്ടുള്ള ഒരു വലിയ സംഭവ ബഹുലമായിരുന്നു ആ ഒരു പരാമർശം. രാഹുൽ ഈശ്വറിന്റെ ചാനലുകളിലെ പരാമർശം പിന്നീടാണ് പോലീസിലേക്ക് എത്തുന്നത്, കേസെടുക്കുന്നത്. ജാമ്യാപേക്ഷകൾ സമർപ്പിക്കുന്നു, എന്നാൽ അതിനൊന്നും ഒരു ഉത്തരം കിട്ടുന്നില്ല. നിരാഹാരം നടത്തുന്നു, നിരാഹാരത്തിന് കോടതിയുടെ വക വിമർശനം കിട്ടുന്നു. അവസാനം ഒടുവിൽ ജാമ്യം ലഭിക്കുന്നു രാഹുൽ ഈശ്വറിന്. ആന്റണി, പറഞ്ഞോളൂ. തീർച്ചയായും രാഹുൽ ഈശ്വറിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 16 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നവംബർ 30-നാണ് രാത്രി രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ കേസിലെ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന വകുപ്പിലാണ് ഈ രാഹുൽ ഈശ്വറിനെ പോലീസ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആദ്യം വീട്ടിലെത്തി സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം റിമാൻഡിലേക്ക് വിടുകയും ചെയ്തു. റിമാൻഡിലേക്ക് പോയതിനു ശേഷം ആദ്യം തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്ക് മാറ്റി. ജില്ലാ ജയിലിൽ വലിയ പ്രതിഷേധമൊക്കെ നടത്തി, അവിടെ നിരാഹാര സമരമൊക്കെ നടത്തുകയായിരുന്നു രാഹുൽ ഈശ്വർ. പിന്നീട് ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ പക്ഷേ കോടതി തള്ളി. ആ സമയത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഈ നിരാഹാര സമരം നടത്തുന്നതിനാൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ അത് തള്ളി. പിന്നീട് രണ്ടാമതും കോടതിയെ സമീപിച്ചു, അപ്പോഴും തള്ളി. പിന്നീട് സെഷൻസ് കോടതിയെ സമീപിച്ചു, സെഷൻസ് കോടതിയും ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് 16 ദിവസങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ പോലീസിനോട് ഒരു റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഇന്ന് ആ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചു. പക്ഷേ പോലീസ് ഈ ജാമ്യത്തെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം ഈ രാഹുൽ ഈശ്വറിനെതിരെ സമാനമായ പരാതികളൊക്കെ ഇനിയുമുണ്ട്. ഇത്തരത്തിൽ വീഡിയോകളടക്കം ഉപയോഗിച്ച് അത്തരത്തിൽ ആളുകളെ അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് മുൻ കേസുകളടക്കം ഇത്തരത്തിലുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയ ഒരു റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുകയും ചെയ്തു. പക്ഷേ മറ്റ് നടപടികളൊക്കെ, അതായത് കസ്റ്റഡി, ചോദ്യം ചെയ്യലടക്കം നടപടികളൊക്കെ പൂർത്തിയായി എന്നുള്ള കാര്യവും കൂടി പ്രോസിക്യൂഷൻ അറിയിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ ജയിലിലുള്ള രാഹുൽ ഈശ്വറിന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുറത്തിറങ്ങാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞത്. ഈ കേസിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല, അതുപോലെ തന്നെ ഇതൊരു ആവശ്യമില്ലാത്ത കേസാണെന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചു. ഏതായാലും നാലാമത്തെ തവണയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം എന്നുള്ള ഇത് ലഭിക്കുന്നത്. കഴിഞ്ഞ 3 തവണയും കോടതിയിൽ ചെന്നെങ്കിലും അത് കോടതി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ചാനൽ ചർച്ചകളിലൊക്കെ അതായത് ആ പെൺകുട്ടിയുടെ പേരടക്കം മനസ്സിലാകുന്ന, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന വിധത്തിലൊക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുക്കുകയാണ് ചെയ്തത്. രാഹുൽ ഈശ്വർ അടക്കം 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. അതിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുണ്ട്, അതുപോലെ തന്നെ രഞ്ജിത പുളിക്കൽ, അങ്ങനെ 5ഓളം പേർക്കെതിരെയാണ് കേസെടുത്തതെങ്കിലും ശക്തമായൊരു നടപടി അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയത് രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ മാത്രമാണ്. രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ നിന്ന് ഈ നവംബർ 30-ന് പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത ശേഷം ആദ്യം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരുന്നത്. പക്ഷേ പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപാണ് രാഹുൽ ഈശ്വറിനെതിരെ ജാമ്യമില്ല വകുപ്പ് കൂടി ചുമത്തി അത് കൂടുതൽ ശക്തമാക്കുന്ന നിലയിലേക്ക് ആ കേസ് കൂടുതൽ പോലീസ് സ്ട്രോങ് ആക്കുന്നത്. അങ്ങനെ രാഹുൽ ഈശ്വറിനെ പോലീസ് അന്ന് കോടതി റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്ത ഘട്ടത്തിൽ രാഹുൽ ഈശ്വർ നിരാഹാര സമരത്തിലേക്ക് പോയി. അവിടെ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ രാഹുൽ ഈശ്വർ നിരാഹാര സമരം നടത്തി കഴിഞ്ഞപ്പോൾ പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ആ ഘട്ടത്തിലൊന്നും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 2 തവണ ഈ മജിസ്ട്രേറ്റ് കോടതിയെ 2 തവണ ജാമ്യം തേടി സമീപിച്ചു.
സമീപിച്ചപ്പോൾ തിരിച്ചടിയാണ് നേരിട്ടത്. അതിനുശേഷം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചു. അവിടെ നിന്നും തള്ളി. പിന്നീടാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ നിന്ന് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇത് രാഹുൽ ഈശ്വർ ജയിലിൽ കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. അതിൽ അയാൾക്ക് ബന്ധമില്ലാത്ത ഒരു കേസ് എന്നുകൂടി പറയാൻ വേണ്ടി കഴിയും. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് നടക്കുമ്പോൾ രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ജയിലിൽ കടന്നു എന്നുള്ളൊരു അത് ട്രോളുകളായും മറ്റും സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ 16 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി രാഹുൽ ഈശ്വറിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നതാണ്, ഒരു ടീഷർട്ട് ഉണ്ട് രാഹുൽ ഈശ്വർ, അതിൽ ഇട്ടിരിക്കുന്നതിൽ മെൻസ് കമ്മീഷൻ എന്നുള്ള ഒരു ടീഷർട്ട് ഇട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഈ പുരുഷാവകാശങ്ങൾക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്നാണ് ഓരോ തവണയും ഇങ്ങനെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ കോടതിയിലേക്കൊക്കെ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മൈക്ക് വയ്ക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ പുരുഷ കമ്മീഷൻ വേണം, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ്. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം എന്താണെന്നുള്ളതും കൂടി പ്രധാനപ്പെട്ടതാണ്. അതെ, ആന്റണി ജെസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം ഇനിയിപ്പോൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. താൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലീസിന് തന്നെ അറസ്റ്റ് ചെയ്യാം. എല്ലാ ചാനലുകളിലും രാഹുൽ ഈശ്വർ ഈ കേസുമായി ബന്ധപ്പെടുത്തി നടത്തിയൊരു പരാമർശമാണത്. ആ പരാമർശത്തെ തുടർന്നാണ് പോലീസിൻ്റെ ഈ നീക്കമടക്കം ഉണ്ടായത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കും എന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരു കേസിലാണ് 3 തവണ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടും 4ാമത്തെ തവണയാണ് അത് പരിഗണിച്ചത് എന്നുള്ളത് ഇതിൽ നിന്നും പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ മനസ്സിലാക്കുക. താങ്കൾ നടത്തിയ ആ പരാമർശത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. എന്നിരുന്നാലും നിലവിൽ താങ്കൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ താങ്കൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, താങ്കൾ നടത്തിയിട്ടുള്ള ആ നീക്കങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുതന്നെയാണ് ഇത്തരത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിൽക്കുമ്പോൾ താങ്കൾക്ക് ജയിലിൽ കഴിയേണ്ടി വന്നതും എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനിയെങ്കിലും നടത്താതിരിക്കുക എന്നുള്ള ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെക്കുന്നു പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്നുള്ളത്. ഇനിയിപ്പോൾ താങ്കളുടെ രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം കൂടിയാണ് ബാക്കിയുള്ളത്. ഇതിനെ സംബന്ധിച്ച് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആന്റണി ജെസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.